ഇത്രയും വിഷയങ്ങൾ പഠിച്ചു വരുമ്പോൾ നാട്ടുകാർ ഒരുപക്ഷെ വേറെ ആരും പറയാത്തൊരു അഭിപ്രായം കൂടെ പറയാം. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ഇടതു ഗൂഢാലോചനയാണ്. കാര്യം ബർഖാദത്ത് ലെഫ്റ്റ് ആണ്, NDTV ലെഫ്റ്റ് ആണ്. പക്ഷേ ബർഖാദത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അല്ല, അവരെ ഒരു വിഷയം ഒന്നും എഴുതി പോയി, റഹീംജി പറയുന്നത് പോലെ അതിനപ്പുറമില്ല. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇതൊരു മുസ്ലിം ഗൂഢാലോചനയാണ്. പാവം നൌഷാദ് അഹമ്മദ് ഖാൻ എന്നാണ് അയാളുടെ പേര്. പാവം ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും കേസ് പിൻവലിക്കാൻ നിൽക്കുക, സുപ്രീം കോടതി പിൻവലിക്കാൻ അനുവദിച്ചില്ല. ഞങ്ങളിൽ പലരും അയാളെ വിളിച്ച് ചീത്ത വിളിച്ചു വേണ്ട നമ്പർ ഇട്ടു. ആ മനുഷ്യൻ പാവമാണ്, അയാളല്ല. പിന്നെ ഞാൻ സത്യസന്ധമായിട്ട് വിചാരിച്ചു ഇതിന്റെ പിന്നിൽ ഈ ഒരു ക്രിസ്ത്യൻ ലോബിയാണ്, അതായത് അന്താരാഷ്ട്ര മതപരിവർത്തനവാദികളാണ്. സോണിയാഗാന്ധി അവിടെയുണ്ട്, അവസാനം ഒരു ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവിടെയുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഞങ്ങളെക്കാൾ ശക്തമായി ശബരിമലയെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ശബരിമല ആചാരത്തെ മറ്റൊരു ജഡ്ജി, ഇപ്പൊ ഇരിക്കുന്ന ജഡ്ജി ഒരു കുറ്റം പറഞ്ഞപ്പോൾ കുര്യൻ ജോസഫ് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു എനിക്കറിയാം ഇതിന്റെ പവിത്രത, കാരണം എന്റെ അമ്മയുടെ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാർ ശബരിമലയിൽ പോകുമ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ്? തീവ്ര വലതുപക്ഷത്തെ ആൾക്കാർ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശബരിമലയും ഹാജി അലിയും ബലി കൊടുത്ത് നേടാം എന്നുള്ള തന്ത്രമാണ്. ഹിന്ദു പക്ഷത്തെ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, വിശ്വാസമില്ലാത്ത പഴയ സവർക്കറുടെ ലൈനുള്ള എത്തീസ്റ്റായ ഒരു വലതുപക്ഷം നോക്കിയാൽ മതി. ഇപ്പൊ ചാനലുകളുടെ പേരും പറയുന്നില്ല, ഏതൊക്കെ ചാനലുകളാണ് തൃപ്തി ദേശായി പ്രൊമോട്ട് ചെയ്യുന്നത്? NDTVയോ CNN IBNോ അല്ല, ബാക്കി 2 ചാനലുകളാണ്. ചാനലുകളുടെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊരു വലതുപക്ഷ പ്രൊപ്പൽഷൻ ആണ്. കാരണം ശബരിമല അടക്കമുള്ള കാര്യങ്ങളിലെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് സെക്യുലറിസ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് വരുന്നു. ഇനി കുറച്ചുകൂടെ പച്ചക്കങ്ങ് പറയാം. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കുര്യൻ, ഇപ്പൊ മാറിയോണ്ടാ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ പേരെടുക്കില്ല, ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെ ഇത്ര ഇന്റഗ്രിറ്റി ഉള്ള ജഡ്ജ് അതിശക്തമായി ശബരിമലയെ ഡിഫെൻഡ് ചെയ്ത് വാദിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആളോട് പേര് പറയുന്നില്ല, അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ വിഷയത്തെ പ്രൊപ്പല് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന വലിയ ഒരു പിന്നിൽ നിൽക്കുന്ന ആശയത്തെ മുമ്പിലോട്ട് തള്ളാൻ ശബരിമലയെ ഹാജിയിലേക്ക് യൂസ് ചെയ്യുകയാണ്. നമ്മുടെ പല രാഷ്ട്രീയക്കാരും തീവ്ര വലതിന്റെ ഈ ഗൂഢാലോചന അറിയാതെ തെന്നി വീഴുകയാണെന്നുള്ളതാണ് സത്യം. അതായത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ ഹിന്ദുക്കളോട് പക്ഷപാതം കാണിച്ചില്ല, അതുകൊണ്ട് മുസ്ലിം പള്ളികളിലേക്ക് ഇടപെടാനും മുസ്ലിം പേഴ്സണൽ ലോയിലേക്ക് ഇടപെടാൻ ശബരിമലയെ ദുരുപയോഗം ചെയ്യുകയാണ്. ഏറ്റവും വിഷമം നമ്മുടെ നാട്ടിലെ നല്ല രാഷ്ട്രീയക്കാരും സോക്കോൾഡ് സെക്കുലർ ലോബിയിൽ നിൽക്കുന്നവരും ഈ ഗൂഢതന്ത്രം അറിയാതെ വീണു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല, പക്ഷേ ഇതാണ് അതിലെ തന്ത്രപരമായ നീക്കം.